തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എളുപ്പവഴി തേടുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരു കുറുക്കുവഴി പറഞ്ഞു തരികയാണ് ഈ വീഡിയോ. വോട്ട് മോഷണമാണ് ആ കുറുക്കുവഴി. കുറഞ്ഞ ചെലവിൽ വോട്ടുകൾ മോഷ്ടിക്കാൻ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കുക. അത് സാധ്യമാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായി 2 മാസം മുമ്പ് നടന്ന ഒരു സംഭവം പറയാം. 22 സർവകലാശാലകളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്ത സംഭവം പലരും വാർത്തകളിൽ വായിച്ചിട്ടുണ്ടാവും. 1 ലക്ഷം സർട്ടിഫിക്കറ്റുകളാണ് പിടിച്ചെടുത്തത്. 10 ലക്ഷത്തോളം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതായും ആ വാർത്തയിൽ പറയുന്നു. ജോലി കിട്ടാൻ പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടവയാണ് സർട്ടിഫിക്കറ്റുകൾ എന്ന് എല്ലാവർക്കും അറിയാം. പരിശോധനകൾ പോലും ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് വോട്ട് മോഷ്ടിക്കുകയാണ് എളുപ്പവഴി. പോളിംഗ് ബൂത്തിൽ 10 സെക്കൻഡ് സമയത്തെ ഉപയോഗം മാത്രമേ ഉള്ളൂ ഈ തിരിച്ചറിയൽ കാർഡിൽ. പഴയ കാലത്ത് തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമായി നിർമ്മിച്ച് വോട്ട് മോഷ്ടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് കുട്ടികൾക്ക് പോലും ഈ കാർഡുകൾ വ്യാജമായി നിർമ്മിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ കാർഡ് ഉണ്ടാക്കുക? വളരെ എളുപ്പമാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വോട്ട് മോഷ്ടിക്കേണ്ട ആളുകളുടെ ഫോട്ടോയും ആവശ്യമായ വിവരങ്ങളും എടുക്കാം. പിന്നെ തിരിച്ചറിയൽ കാർഡിലുള്ള മുദ്രകളും നമ്പരും ചേർത്ത് വ്യാജമായി ഇത്തരം കാർഡുകൾ ഉണ്ടാക്കാം. യഥാർത്ഥ വോട്ടറോട് ഏകദേശം രൂപസാദൃശ്യമുള്ള ഒരാൾക്ക് ഈ കാർഡുമായി ചെന്നാൽ യാതൊരു സംശയത്തിനും ഇടവരാതെ വോട്ട് ചെയ്ത് മടങ്ങാം. ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് 7 അല്ല 70 പേരായി മാറാൻ സാധിക്കും. തിരിച്ചറിയൽ കാർഡുകൾ വ്യാജമാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ തെറ്റല്ലേ? അതെ, അത്തരം കാർഡുകൾ ഉണ്ടാക്കുന്നതും തെറ്റാണ്. പക്ഷേ അതാരും കണ്ടുപിടിക്കില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പോളിംഗ് ബൂത്തിൽ വോട്ടറുടെ ക്രമനമ്പരും പേരും വായിച്ചാൽ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരും പാർട്ടികളുടെ ഏജന്റുമാരും നോക്കുന്നത് അയാളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടോ എന്നാണ്. തിരിച്ചറിയൽ കാർഡിലെ വിവരങ്ങളും വോട്ടേഴ്സ് ലിസ്റ്റിലെ വിവരങ്ങളും ഒന്നാണെങ്കിൽ അയാളെ വോട്ട് ചെയ്യാൻ അനുവദിക്കും. ഇത്രയേ ഉള്ളൂ തിരിച്ചറിയൽ കാർഡിന്റെ ഉപയോഗം. ഇത്തരം കാർഡുകൾ ഉണ്ടാക്കിയാൽ രാജ്യത്തെവിടെയും യഥാർത്ഥ വോട്ടർമാരുടെ വോട്ട് വ്യാജമായി മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കും. അത് നാട്ടിലെ പൗരന്മാരല്ലാത്ത ആളുകൾക്ക് കൂടി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാന ദോഷം. തിരിച്ചറിയൽ കാർഡ് യഥാർത്ഥമാണോ എന്ന് പരിശോധിക്കാൻ പോളിംഗ് ബൂത്തിൽ സമയവും സംവിധാനവും ഇല്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. റേഷൻ അരി വാങ്ങാൻ പതിവായി കടയിൽ പോകുന്നവരാണെങ്കിലും അവർ കാർഡ് ഉടമയുടെ കുടുംബത്തിലെ അംഗങ്ങളാണോ എന്നറിയാൻ പ്രത്യേക സംവിധാനം നിലവിലുണ്ട്. എന്നാൽ 5 വർഷത്തിലൊരിക്കൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടർമാർ യഥാർത്ഥ പൗരന്മാർ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ സംവിധാനമില്ലാത്തത് വലിയ കഷ്ടമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എനിക്ക് തന്ന തിരിച്ചറിയൽ കാർഡിന് 25 കൊല്ലത്തെ പഴക്കമുണ്ട്. ഈ 25 കൊല്ലം കൊണ്ട് ഒരാളുടെ രൂപത്തിൽ എത്രയേറെ മാറ്റം വരും. അതാണ് ഈ ഫോട്ടോ നോക്കി ആളെ കണ്ടെത്താൻ കഴിയാത്തതിന് ഒരു പ്രധാന കാരണം. പുതിയ തിരിച്ചറിയൽ കാർഡ് ആണെങ്കിലും വളരെ കുറച്ച് സമയം കൊണ്ട് ചെറിയൊരു ഫോട്ടോ നോക്കി വോട്ട് ചെയ്യാൻ വന്നയാൾ യഥാർത്ഥ വോട്ടറാണോ എന്ന് കണ്ടെത്താനും പറ്റില്ല. വോട്ടർമാരുടെ യഥാർത്ഥ പേരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവുക. എന്നാൽ പലരും അറിയപ്പെടുന്നത് വിളിപ്പേരുകളിലാവും. അതുകൊണ്ട് പേര് നോക്കിയും വോട്ടറെ കണ്ടെത്താൻ കഴിയില്ല. ഇനി ഒരാൾ ചെയ്തത് കള്ളവോട്ടാണെന്ന് തെളിഞ്ഞാൽ തന്നെ ആ വോട്ട് ഏതെന്ന് കണ്ടെത്താനോ യന്ത്രത്തിൽ നിന്ന് ഒഴിവാക്കാനോ സംവിധാനവുമില്ല. ഓരോ പോളിംഗ് ബൂത്തിലും 15% ആളുകൾ വോട്ട് ചെയ്യാത്തവരായി ഉണ്ടാകും. അവരുടെ വോട്ട് ഇതുപോലെ വ്യാജമായി ചെയ്താൽ അതും കണ്ടെത്താൻ വിഷമമാകും. വോട്ട് കിട്ടാൻ സ്ഥാനാർത്ഥികൾ പണമോ മറ്റ് സമ്മാനങ്ങളോ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ പുതിയ കാര്യമല്ല. എന്നാൽ അതുകൊണ്ട് മാത്രം വോട്ട് കിട്ടും എന്ന് കൃത്യമായി പറയാനും കഴിയില്ല. എന്നാൽ കള്ളവോട്ട് ചെയ്യുന്നത് സ്വന്തം ആൾക്കാരായതുകൊണ്ട് വോട്ട് നഷ്ടപ്പെടുമെന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ കള്ളവോട്ട് ചെയ്യാനുള്ള അനുകൂല സാഹചര്യങ്ങളാണ്. തിരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് പോലും ഫലത്തെ സ്വാധീനിക്കുമ്പോൾ ഇത്തരം കള്ളവോട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് ആവശ്യമല്ലേ? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും ജനങ്ങളും ഈ കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. 2 മുന്നണികൾ
തുല്യ ശക്തികളായ മണ്ഡലങ്ങളിലോ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലോ ഇങ്ങനെ കള്ള വോട്ട് കൊണ്ട് ഒരാൾ വിജയിച്ചാൽ അത് പണാധിപത്യത്തിന്റെ വിജയമാകും, ജനാധിപത്യത്തിന്റെ വിജയമല്ല. അതുകൊണ്ട് തിരിച്ചറിയൽ കാർഡ് വഴി കള്ളവോട്ട് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാതാക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത തിരഞ്ഞെടുപ്പുകൾ മുതലെങ്കിലും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സത്യസന്ധമായ രീതിയിൽ വോട്ടെടുപ്പ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഈ പറഞ്ഞ വസ്തുതകൾ ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ അവരും ഈ തിരിച്ചറിയൽ കാർഡ് സംവിധാനത്തോട് എതിർപ്പുള്ളതായി ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ശരി, എല്ലാവർക്കും നമസ്കാരം. വോട്ട് മോഷ്ടിക്കാനുള്ള പുതിയ സംവിധാനങ്ങളുമായി ഇനിയും വരാം. ചതുരംഗത്തിൽ ഒരു നീണ്ട ഇടവേള വേണ്ടി വന്നു. ഇനി അത് കൂടാതെ തുടർച്ചയായി ഇതുപോലുള്ള വിഷയങ്ങളുമായി വരാം എന്ന് പ്രതീക്ഷിക്കുന്നു.